പകൽ മുഴുവൻ ആട്ടവും പാട്ടും, വൈകുന്നേരത്തെ വീഞ്ഞും നല്ല ഭക്ഷണവും എല്ലാം കഴിച്ചിട്ട് നമ്മുടെ ട്രോയ്ക്കാരെല്ലാം മതിമറന്ന് ഉറക്കത്തിലായിരുന്നു. പക്ഷെ ഒരാൾ മാത്രം ഉറങ്ങിയില്ല. അതായിരുന്നു ഡിയോഫോബസ്. പാരീസിൻ്റെ ഒരു സഹോദരൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അയാൾ. ഈ മരക്കുതിരയ്ക്കുള്ളിൽ പടയാളികൾ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് അയാൾക്കൊരു സംശയം തോന്നി. എന്ത് ചെയ്യും? ഇയാൾ ഹെലനെ വിളിച്ചു. ഹെലൻ്റെ ഒരു അത്ഭുത സിദ്ധിയെക്കുറിച്ച് ഇയാൾക്കറിയാം. ഹെലന് താൻ ഒരു തവണ കണ്ടിട്ടോ കേട്ടിട്ടോ ഉള്ള സ്ത്രീകളുടെ എല്ലാ ശബ്ദങ്ങളും അതുപോലെ അനുകരിക്കാൻ അറിയാം. ഇയാൾ ഹെലനെ വിളിച്ചുകൊണ്ട് ഈ മരക്കുതിരയ്ക്ക് താഴെ ചെന്നു. എന്നിട്ട് ഈ പറവുകാരോടെല്ലാം ദൂരെ പൊക്കോളാൻ പറഞ്ഞു. അറിയിക്കും. ഹെലനോട് പറഞ്ഞു, നീ മെൽനൗസിനെ വിളിക്കുക. വളരെ പതുക്കെയാണ് പറഞ്ഞത്. ഹെലൻ പ്രേമപൂർവം വിളിച്ചു, മെൽനൗസ്, എൻ്റെ മെൽനൗസ്. മുകളിൽ നിന്ന് മെൽനൗസ് കേൾക്കുന്നുണ്ട്. അയാൾക്ക് ഉത്തരം പറയണമെന്ന് തോന്നി. പക്ഷെ അപ്പോഴേക്കും ഒഡീസിയസ് അയാളുടെ കൈ പിടിച്ച് ഞെക്കി. മിണ്ടരുത്, ഇത് ട്രിക്കാണ്. അപ്പോഴേക്കും താഴെ നിന്ന് പെനലോപ്പിയുടെ ആർത്തലാപം കേട്ടു. വാവിട്ട് കരയാണ് പെനലോപ്പി. ഒഡീസിയൂസിനെ ഒന്ന് ഞെട്ടിക്കാനുള്ള പരിപാടിയായിരുന്നു. ഒഡീസിയൂസിന്റെ ഭാര്യയാണല്ലോ പെനലോപ്പി. ഒഡീസിയൂസ് അനങ്ങിയില്ല, മിണ്ടാതെയിരുന്നു. മറ്റ് പല സൈനികരുടെയും ഭാര്യമാരുടെ ശബ്ദത്തിൽ ഈ ഹെലൻ വിളിച്ചു നോക്കി. ഡയോമിസിന്റെ ഭാര്യയുടെ ശബ്ദത്തിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പെട്ടെന്ന് ഉത്തരം പറയാൻ ഒരുങ്ങി. ഒഡീസിയൂസ് ചാടി അയാളുടെ വായ പൊത്തിപ്പിടിച്ചു. മിണ്ടരുത്. കുതിരയ്ക്കുള്ളിൽ നിന്നും ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ ഡയോഫോബസിന് വിശ്വാസമായി ആരുമില്ല. എന്നിട്ട് അയാളും പോയി സുഖമായി ഉറങ്ങി. രാത്രിയുടെ 3-ാം യാമം ആയപ്പോൾ ദൂരെ കാണാമറയത്ത് നിന്നിരുന്ന ഗ്രീക്ക് കപ്പലുകൾ ട്രോയ് തീരത്തേക്ക് ശബ്ദമുണ്ടാക്കാതെ അടുത്തു. അതിൽ നിന്ന് ഭടന്മാരെല്ലാം പുറത്തിറങ്ങി നിശബ്ദരായി, ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അവർ കോട്ടയ്ക്ക് മുമ്പിലെത്തി. ട്രോയ് കോട്ടയുടെ മുമ്പിലെത്തി ഓരോ വാതിലിന് മുമ്പിലും അവർ കാത്തു നിൽക്കുകയാണ്. രാത്രിയുടെ 4-ാം യാമത്തിൻ്റെ തുടക്കത്തിൽ ആ മരക്കുതിരയുടെ രഹസ്യവാതിൽ തുറന്നു. ആദ്യം പുറത്തിറങ്ങിയത് ഏപ്പിയസ് ആയിരുന്നു, ഈ കുതിര ഉണ്ടാക്കിയ ആൾ തന്നെ. പുറകെ മറ്റ് സൈനികരും എല്ലാവരും പുറത്തിറങ്ങി. ആദ്യം അവർ ചുറ്റും നിന്നിരുന്നല്ല, ഉറങ്ങിക്കിടന്നിരുന്ന ഈ ഭടന്മാരെ വകവരുത്തി. എന്നിട്ട് അവർ ചെന്ന് എല്ലാ കോട്ടവാതിലുകളും മലർക്കെ തുറന്നു കൊടുത്ത കോട്ടവാതിലിലൂടെ ഗ്രീക്ക് സൈന്യം ഇരമ്പിക്കയറി. ആയുധങ്ങളും കൊളുത്തിയ പന്തങ്ങളും ഏന്തിയിട്ട് അവർ കോട്ടയ്ക്കുള്ളിലേക്ക് പാഞ്ഞതാണ്. കണ്ടവരെല്ലാം, പുരുഷന്മാരെല്ലാം വെട്ടിവീഴ്ത്തി. വയോവൃദ്ധനായ പ്രിയാം രാജാവ് വെള്ളത്തലമുടിയും വെള്ളത്താടിയും എല്ലാം വെച്ച ആ വയോവൃദ്ധന്റെ ശിരസ് വെട്ടി അവർ ദൂരെ എറിഞ്ഞു. ഭടന്മാർ എല്ലാം പാഞ്ഞു നടന്ന് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒഡീസിയൂസ് ഓടിയത് ഡയോഫോബസിന്റെ കൊട്ടാരത്തിലേക്കാണ്. അവിടെ എത്തുമ്പോഴേക്കും ഡയോഫോബസ് പുറത്തേക്ക് വരുന്നു. അവർ തമ്മിൽ യുദ്ധമായി. അധികം താമസിയാതെ ഒഡീസിയൂസ് ഡയോഫോബസിനെ വകവരുത്തി. ഒഡീസിയൂസിനും മുറിവുകളൊക്കെ ഏറ്റു. വെട്ടുകൊണ്ട് ഡയോഫോബസ് വീണ ഉടനെ തന്നെ നോക്കുമ്പോൾ മെലനൗസ് പാഞ്ഞു വരുന്നു. അയാൾ ഡയോഫോബസ് വീണ് കിടക്കുന്നത് മെലനൗസ് കണ്ടു. ഒഡീസിയൂസിനോട് പറഞ്ഞു, ഒഡീസിയൂസ്, നീ എന്താ ചെയ്തത്? ഇവനെ കൊല്ലാനുള്ള അധികാരം എനിക്കല്ലേ, ഞാൻ അതിനാണ് ഓടി വന്നത്, നീ അതിനു മുമ്പേ കൊന്നു. എന്നിട്ട് അങ്ങനെ ദേഷ്യം കൊണ്ട് വിറച്ച് അയാൾ നോക്കുമ്പോൾ ഒരു മൂലയ്ക്ക് പേടിച്ചിരണ്ട ഒരു മാൻപേടയെ പോലെ ഹെലൻ നിൽക്കുന്നു. മെലനൗസിന് കോപം ഇരട്ടിച്ചു. അയാൾ വാളെടുത്തുകൊണ്ട് മുന്നോട്ടാഞ്ഞു. അപ്പോൾ ഒഡീസിയൂസ് മെലനൗസിനെ വിളിച്ചു, സുഹൃത്തെ, താങ്കൾ എനിക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്, പാലിക്കുമോ? മെലനൗസ് പറഞ്ഞു,
പാലിക്കും, അതിനെന്താ സംശയം? എങ്കിൽ ഹെലൻ്റെ ജീവൻ എനിക്ക് തരും. ഞാനിവിടെ അഥീനി ദേവിയുടെ പ്രതിമ എടുക്കാൻ വന്നപ്പോൾ എന്നെ സഹായിച്ചത്, എന്നെ രക്ഷിച്ചത് ഹെലനാണ്. അതിന് പ്രത്യുപകാരമായിട്ട് എനിക്ക് ഹെലൻ്റെ ജീവൻ വേണം. ഇത് ഒഡീസിയസ് പറഞ്ഞു തീർന്നതും ഹെലൻ ഓടി വന്ന് മെൽനാവുസിൻ്റെ പാദങ്ങളിലേക്ക് വീണു, കാൽക്കൽ വീണു, കാലിലങ്ങ് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ആ കരച്ചിലിൽ മെൽനാവുസിൻ്റെ ദേഷ്യം അലിഞ്ഞലിഞ്ഞു പോയി. അയാളുടെ കയ്യിൽ നിന്ന് വാൾ താഴെ വീണു. ഹെലൻ പതുക്കെ എഴുന്നേറ്റു. തൻ്റെ പ്രിയതമൻ്റെ മെൽനാവുസിൻ്റെ മുഖത്തേക്ക് നോക്കി, കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ വിളിച്ചു, മെൽനാവുസ്. മെൽനാവുസ് അവളെ കെട്ടിപ്പിടിച്ചു. അവരുടെ പിണക്കം അതോടെ അവസാനിച്ചു. നേരം പുലർന്നു തുടങ്ങുമ്പോൾ ഗ്രീക്ക് പട പുറപ്പെടാനായിട്ട് തയ്യാറായിരിക്കുകയായിരുന്നു. ട്രോയ് നഗരം കത്തിയെരിഞ്ഞുകൊണ്ടിരുന്നു. അവിടെ പുരുഷന്മാരായിട്ടുള്ള ആരും അവശേഷിച്ചില്ല. എല്ലാവരെയും അവർ കൊന്നുകളഞ്ഞിരുന്നു. കുറേ പേരെ തീയിലിട്ടു. ബാക്കിയുള്ളവരെ ഈ നായ്ക്കും നരിക്കും കഴുകനും ഒക്കെ ആഹാരമാക്കാനായിട്ട് വിട്ടുകൊടുത്തു. ട്രോയിലെ വിലപിടിപ്പുള്ള സർവ്വസാധനങ്ങളും ഗ്രീക്ക് പട്ടാളക്കാർ എടുത്ത് കപ്പലിലേക്ക് കൊണ്ടുപോയി. എല്ലാവരും കൊള്ളയടിച്ചു. പുരുഷന്മാരെ എല്ലാം വധിച്ചെങ്കിൽ സ്ത്രീകളെ അടിമകളാക്കി ഗ്രീസിലേക്ക് കൊണ്ടുപോകാൻ കപ്പലുകളിൽ കയറ്റി. ഗ്രീക്ക് കപ്പലിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് നടന്നു കയറിയ ഒരേ ഒരു സ്ത്രീ ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു ഹെലൻ. 1000 പടക്കപ്പലുകളെ കടലിലിറക്കാൻ പോരുന്ന സൗന്ദര്യം തൻ്റെ മിഴികളിൽ ആവാഹിച്ച ഹെലനെ മെൽനാവുസ് സ്വീകരിച്ച് തൻ്റെ ഭാര്യയാക്കി വീണ്ടും ഗ്രീസിലേക്ക് കൊണ്ടുപോയി. ഗ്രീക്ക് കപ്പലുകൾ തീരം വിട്ട് അകന്നകന്ന് പോവുകയാണ്. ഇലിയഡ് എന്ന കഥ ഇവിടെ അവസാനിച്ചു. പക്ഷേ കഥകൾ ഇനിയും വരും. പുതിയ പുതിയ കഥകളുമായിട്ട് ഞാൻ ഇനിയും വരും. കാത്തിരിക്കുക. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. ഗ്രാൻഡ് പാ അശോക്, നിങ്ങളുടെ എല്ലാം അശോക് അപ്പൂപ്പ.